കാത്തിരുന്നു കാത്തിരുന്ന് തിരുവോണം വന്നെത്തി. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ ആവേശം വിതറി ആഘോഷം പൊടിപൊടിക്കുകയാണ്. കാത്തിരുന്ന് തിരുവോണം വന്നെത്തി. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ ആവേശം വിതറി ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. അത്തപ്പൂക്കളം ഒരുക്കിയും ആർപ്പു വിളിച്ചും ഓണപ്പാട്ടുകൾ പാടിയും മാവേലി മന്നനെ വരവേൽക്കാൻ നാട് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞു. ഓണക്കോടി ഉടുക്കാനും ഓണസദ്യ വട്ടങ്ങൾക്കുള്ള വിഭവങ്ങളും ഒരുക്കാനുമുള്ള തിരക്കാണ് വീടുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഓണക്കച്ചവടം ലക്ഷ്യമിട്ട് വിപണി സജീവമായിരുന്നു. മഴ അല്പമൊന്ന് മാറി നിന്നത് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. വസ്ത്രവിൽപ്പനശാലകളിലെല്ലാം വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ഓണത്തിലെ പ്രധാന ആഘോഷത്തിൽപ്പെട്ടതാണ് ഓണപ്പൂക്കളം ഒരുക്കൽ. തിരുവോണ ദിവസം എത്തുന്ന മാവേലി തമ്പുരാനെ സ്വീകരിക്കുന്നതിന് അത്തം മുതൽ തന്നെ പൂക്കളങ്ങൾ ഒരുക്കും. അത്തം പത്തോണം എന്നാണ് ചൊല്ല്. മുറ്റത്ത് തറയുണ്ടാക്കി ചാണകം മെഴുകി പൂക്കൾ ഒരുക്കുന്നതായിരുന്നു പഴയ ആചാരമെങ്കിൽ ഇപ്പോൾ ചോക്കുകൊണ്ട് കളം വരച്ച് അതിലേക്ക് പൂക്കൾ സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. അത്തം മുതൽ ഇങ്ങോട്ട് ഓരോ പൂക്കൾക്കും പ്രാധാന്യമുണ്ട്. ആദ്യത്തെ ദിവസമായ അത്തം നാളിൽ ഒരു നിര പൂ മാത്രമേ പാടുള്ളൂ എന്നാണ് നാട്ടുനടപ്പ്. ചുവന്ന പൂക്കളിടാനും പാടില്ല. രണ്ടാം ദിവസം 2 പൂവുകൾ, മൂന്നാം ദിവസം 3 പൂവുകൾ എന്നിങ്ങനെ ഓരോ ദിവസവും കളത്തിന്റെ വലിപ്പം കൂടി വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ തിരുവോണ നാളിലെ പൂക്കളത്തിന് 10 പൂക്കളുടെ ചേലാണ് ഉണ്ടാകേണ്ടത്. ഉത്രാട നാളിലാണ് പൂക്കളം പരമാവധി വലുപ്പത്തിൽ ഒരുക്കുന്നത്. തിരുവോണപ്പുലരിയിൽ കുളിച്ച് കോടിവസ്ത്രം അണിഞ്ഞ് ക്ഷേത്രത്തിൽ പോകുന്ന പതിവ് ഇപ്പോഴുമുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും തിരികെ വന്ന് ഓണസദ്യക്ക് വട്ടം കൂട്ടും. ഏതായാലും ആധുനിക കാലത്തും ഓണത്തിന്റെ പൊലിമയൊട്ടും ചോരാതെ മലയാളികൾ ആഘോഷിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും CDNet ന്യൂസിന്റെ ഓണാശംസകൾ.